ഇന്ന് നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഫ്രഞ്ച് ടോസ്റ്റ് മുട്ടയും പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതങ്ങനെയല്ല. എൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈസി റെസിപ്പിയാണ്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇതിനകത്തേക്ക്. ഇതിൽ ഷുഗറൊന്നും ഞാൻ ചേർക്കുന്നില്ല, അതുകൊണ്ട് ഷുഗർ പേഷ്യൻറ്റിനും കൂടി കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. പിന്നെ അതിനകത്ത് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വിസ്ക് കൊണ്ട് അടിച്ചെടുത്താൽ നന്നായിരിക്കും. ഇത് വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പതപ്പിച്ചെടുക്കണം. മുളക് പൊടി മഞ്ഞൾപ്പൊടി അവിടെ എവിടെയും കാണാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ നമ്മളുടെ ബ്രെഡ് ടോസ്റ്റ് കാണാൻ ഭംഗിയുണ്ടാവില്ല. ഞാൻ അതിനു വേണ്ടി ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും മുട്ടയിൽ 6 പീസ് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 6 പീസിനും ഈ മുട്ടയുടെ കൂട്ട് തന്നെ മതിയാവും. ചിലപ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് ഒരു മുട്ടയും കൂടി അടിച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി എണ്ണ ഒഴിക്കാം. മുട്ടയുടെ കൂട്ട് ബ്രെഡിൽ മുക്കി എല്ലാ സൈഡും നന്നായിട്ട് മുക്കിയെടുക്കണം, 4 സൈഡും. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് ഫ്രൈങ് പാനിലിട്ട് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അടുത്തതും മുട്ടയുടെ മിശ്രിതത്തിൽ നന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് ഫ്രൈങ് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധിക പേരും ഇത് മുട്ട, പാല്, പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി വെക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് എനിക്കിഷ്ടം. മറ്റേതാകുമ്പോൾ ഒരു മടുപ്പ് വരും. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെറും ചായ മാത്രം മതി ഇതിൻ്റെ ഒന്നിച്ച്, വേറെ ഒന്നും വേണ്ട. ഇങ്ങനെ മുട്ടയ്ക്ക് പകരം കടലപ്പൊടിയിൽ മുളക് പൊടിയും ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുക്കി പൊരിക്കുക കേട്ടോ. അതും വേറൊരു ടേസ്റ്റാണ്. പക്ഷേ മുട്ടയിൽ പൊരിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതിന് കിട്ടില്ല. വെജിറ്റേറിയൻസിന് ഈ കടലപ്പൊടിയിൽ ഇങ്ങനെ ഇട്ട് പൊരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഓയിലിന് പകരം നെയ്യോ ബട്ടറോ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 6 പീസ് ബ്രെഡും 2 മുട്ടയെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റി. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.